എല്ലാവരും ചോദിക്കുന്നുണ്ട് കോളേജിൽ റാഗിങ് ഉണ്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ വന്ന് കയറിയ ടൈമിൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയർ വന്ന് കയറിയ ടൈമിൽ ഫസ്റ്റ് ഇയർ എന്നാ കയറി 2021 ഫസ്റ്റ് ഇയർ TKM കോളേജിൽ ഞാൻ കയറിയത്. ആ ടൈമിലൊക്കെ ആണെങ്കിൽ ഞങ്ങളാണ് ഫസ്റ്റ് ഓട്ടോണമസ് ബാച്ച് എന്ന് പറയാം. എന്ന് വെച്ചാൽ ഫുള്ളും കോളേജിന് അണ്ടറിലായിരിക്കും എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അത് ഓട്ടോണമസ്. അതിന് മുന്നേ ഉള്ള ബാച്ച് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ കയറിയപ്പം സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ അവരെല്ലാം K2 സിലബസ് അവർ ഫോളോ ചെയ്തത്. എന്ന് വെച്ചാൽ K2ൻ്റെ അണ്ടറിലാണ് അവർ പഠിച്ചു എക്സാമും കാര്യങ്ങളൊക്കെ എഴുതി വന്നത്. പക്ഷെ ഞങ്ങൾ കയറിയ ടൈമിൽ ഓട്ടോണമസ് ആയി. അന്നേരമാണെങ്കിൽ ഞങ്ങളുടെ മുന്നിൽ ഫുള്ളും K2 അണ്ടറിലാണ് പഠിക്കുന്നവരാണല്ലോ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇയറൊക്കെ വന്ന് ഫസ്റ്റ് ഇയർ നമ്മൾ കയറി ചെല്ലുമ്പം കോളേജൊക്കെ കണ്ട് കോളേജ് അഡ്മിഷനൊക്കെ എടുത്ത് പരിപാടിയൊക്കെ പേപ്പറും കാര്യങ്ങളും വർക്കൊക്കെ ചെയ്ത് കൊടുത്ത് എല്ലാം സെറ്റായിട്ട് ക്ലാസ് തുടങ്ങുന്ന ടൈമിൽ 10 ദിവസം SIP പ്രോഗ്രാം ഉണ്ട്, സ്റ്റുഡൻസ് ഇൻഡക്ഷൻ പ്രോഗ്രാം. എന്ന് വെച്ചാൽ 10 ദിവസം നമുക്ക് ഓരോ കാര്യങ്ങൾ പരിചയപ്പെടുകയും അത് കഴിഞ്ഞ് ഓരോരോ ലേണിങ്സും എങ്ങനെയൊക്കെയാണ് സബ്ജക്റ്റും എങ്ങനെയൊക്കെയാണ് കോളേജും എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്ന ഒരു സംഭവമാണ്. എന്നുവെച്ചാൽ കോളേജിനെ പറ്റിയും അതുകൂടാതെ കോളേജിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം പരിചയപ്പെട്ട് എന്നുവെച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ. ഞാൻ കുറേ കാര്യങ്ങൾ ഓർക്കുന്നില്ല. ഇതുപോലെ ഗെയിംസ് ഉണ്ട്, ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ഷിപ്പ് ആവാം, ഫ്രണ്ട്സ് ആവാം. പിന്നെ നമ്മൾ ബാച്ച് വൈസ് അല്ല SIP പ്രോഗ്രാം നടക്കുന്നത്, ഫുള്ള് ഗ്രൂപ്പായിട്ട് ഒരു 20 ഗ്രൂപ്പ് കാണും. 20 ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പിൽ ചിലപ്പം എല്ലാ ബാച്ചിലുള്ള പിള്ളേരെയും കാണും. സിവിൽ കാണും, മെക്കാനിക്കൽ കാണും, ഇലക്ട്രിക്കൽ കാണും, BTech കാണും, BRക്ക് കാണും. അങ്ങനെ കുറേ ഗ്രൂപ്പായിട്ടാണ് SIP പ്രോഗ്രാമൊക്കെ നടക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെ ആ ടൈമിലൊക്കെ നമ്മൾ SIP പ്രോഗ്രാമിനൊക്കെ പോയി. അങ്ങനെ കുറേ പേരെയൊക്കെ പരിചയപ്പെട്ടു. അങ്ങനെ പിന്നെ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയറിനൊക്കെ കാണൂല നമ്മൾ. അന്നേരം ആൾക്കാരൊക്കെ ക്ലാസ്സൊക്കെ തുടങ്ങട്ടെ, നിന്നെ ഞാൻ എടുക്കുന്നുണ്ട് എന്നൊക്കെ ഡയലോഗ് അടിക്കാറുണ്ട്. പക്ഷേ കാര്യമൊന്നുമില്ല. ആ ടൈമിൽ എന്ന് വെച്ചാൽ ഞാൻ കയറിയ ഒരു അനുഭവം പറയുന്നത്. ആ ടൈമിലൊക്കെ ഇതുപോലെ ആൾക്കാരൊക്കെ നമ്മൾ നോക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഇച്ചിരി ഹൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഐ കുറച്ച് വേറെ കളർ. എല്ലാവരും എല്ലാം കൊണ്ട് ഒരു പണ്ടൊക്കെ എൻ്റെ മുടി കുറച്ച് വളർന്ന് മുടി ഫുള്ളും കളറൊക്കെ ചെയ്ത് കുറച്ച് ഫാഷൻ ലുക്കായിരുന്നു. ആ ടൈമിലൊക്കെ അന്നേരം എല്ലാവരും ശ്രദ്ധിക്കും. ഫസ്റ്റ് ടൈം നമ്മൾ കോളേജിൽ വരുമ്പോൾ കുറച്ച് ഇച്ചിരി ഫ്രീക്കായിട്ട കാര്യമൊന്നുമില്ല നമ്മൾ കോളേജിൽ പോകുന്നത്. പിന്നൊക്കെ ആകുമ്പം ഒന്നും വലിയ വീട്ടിലിരുന്ന് ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോകും, അത് വേറെ കാര്യം. ആ ടൈമിലൊക്കെ കുറച്ച് ഫാഷനായിട്ടൊക്കെ പോകുമായിരുന്നു. അത് നമ്മുടെ ആ സെൻസ്, ആ ഒരു ഫാഷൻ സെൻസ് നമുക്ക് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ പോകുമായിരുന്നു. അന്നേരം ആൾക്കാരൊക്കെ നോക്കും, ഇവൻ ഏതാടാ ഇവനെ എടുക്കണം. സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഒക്കെ ഇങ്ങനെ, ഫോർത്ത് ഇയർ ഒക്കെ ഇങ്ങനെ മനസ്സിൽ കാണും, അവനെ പോക്കണം കേട്ടോ, അവനെ റാഗ് ചെയ്യണം എന്നൊക്കെ വിളിച്ച് സെറ്റാക്കി വെക്കും. ആരോട്? കൂട്ടുകാർ ഒരുമിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ് എല്ലാവർക്കും. ഒറ്റയ്ക്കൊക്കെ വരുമ്പോൾ ഒന്നുമില്ല. അങ്ങനെ പിന്നെ ക്ലാസ്സൊക്കെ തുടങ്ങി. എന്നെ ആദ്യം ആരോ വിളിച്ചേതോ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ എന്നെ ആരോ ഇങ്ങനെ വിളിച്ചിട്ട് എന്തോടാ നീ എന്താ ക്ലാസ്സിൽ ഭയങ്കര മുടയാന്ന് അറിഞ്ഞല്ലോ, മുടയാന്ന് കേട്ടല്ലോ. ഞാൻ പറഞ്ഞൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. എന്തോ ചുമ്മാ റീസൺ ഉണ്ടാക്കി നമ്മളെ റാഗ് ചെയ്യുന്നു, മനസ്സിലായോ? സത്യം പറഞ്ഞാൽ അതിൽ കാര്യമൊന്നുമില്ല, റീസൺ ഉണ്ടാക്കി റാഗ് ചെയ്തു. അങ്ങനെ ഞാൻ പറഞ്ഞൊന്നുമില്ല, അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ അല്ലെങ്കിലും എന്നുവെച്ചാൽ എൻ്റെ വയസ്സ് ഉള്ളതെന്ന് തോന്നുന്നു ആ പുള്ളിക്കും. എന്നുവെച്ചാൽ ഞാൻ ഒരു ഇയർ ലാഗായിട്ടാണ് കയറിയത് കോളേജിൽ. സോ അതിന് ആ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ സെക്കൻഡ് ഇയർ പഠിക്കുന്നവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്, കുറേ പേര് എൻ്റെ ഫ്രണ്ട്സായിരുന്നു. തേർഡ് ഇയർ പഠിക്കുന്നവരും ചിലവരൊക്കെ എനിക്ക് അറിയാവുന്നവരാണ്. അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ കയറി എന്നെ പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഏതോ ഒരു ഗ്യാങ് എന്നെ വിളിച്ചിട്ട് പാട്ടൊക്കെ പാടി. ഇതുപോലെ ഏത് പാട്ട് പാടാന്നെ പറഞ്ഞ എന്നോട്, കാക്കേ കൂടെ അവിടെ, ആ ഒരു പാട്ടുണ്ടല്ലോ പണ്ട് പാടിയ പാട്ട്, ആ പാട്ട് പാടാൻ പറഞ്ഞു കേട്ടോ. ഞാനാണെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറയും ഈ പാട്ട് പാട്ട് എനിക്ക് എന്തോന്ന് അറിയാം, പക്ഷെ എനിക്ക് പാട്ട് മൊത്തത്തിൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അറിയത്തില്ലെന്ന് പറഞ്ഞപ്പം ഏതൊരു ചേച്ചിയോ വേണ്ട എന്നോട് പറഞ്ഞ, എന്നാ ഗൂഗിളിൽ നോക്കി പാടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ എന്ത് ചെയ്ത് ഗൂഗിളിൽ നോക്കി എടുത്ത് എന്നിട്ട് പാടി, കാക്കേ കൂടെ അവിടെ കൂട്ടിനകത്ത് ഒരു കുഞ്ഞുണ്ടോ എന്നൊക്കെ പാടി കൊടുത്തിട്ട് പിന്നെ പറഞ്ഞു ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞു വിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ദിവസം പൊക്കി, വേറെ ആരോ പൊക്കി. ഓരോരുത്തരിങ്ങനെ പൊക്കുന്നുണ്ട്. അങ്ങനെ പൊക്കി, നീ യൂട്യൂബറാണോ, എത്ര ഇതുണ്ട് യൂട്യൂബിൽ, എത്ര സബ്സ്ക്രൈബറുണ്ട്? ഞാൻ പറഞ്ഞ് 2000 സംതിങ് ഉണ്ടായി, 2000-3000 സബ്സ്ക്രൈബറായി. തുടങ്ങിയ ടൈമിലല്ലേ സബ്സ്ക്രൈബറേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ്. യൂട്യൂബറാണല്ലേ, വീഡിയോ ഒക്കെ കാണാറുണ്ടായിരുന്നു
എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഓക്കെ, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് യൂട്യൂബർ ആണല്ലേ, ശരി ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതൊക്കെ ആക്കി. അങ്ങനെ പിന്നെ മോഡലിങ് ചെയ്യാറുണ്ടോ? ഞാൻ പറഞ്ഞ മോഡലിങ്ങൊക്കെ ചെയ്യാറുണ്ട്, ഇച്ചിരി ഇതൊക്കെ ഫാഷൻ ഷോയ്ക്കൊക്കെ പോകാറുണ്ടെന്നൊക്കെ പറഞ്ഞു. അന്നൊക്കെ സത്യം പറഞ്ഞാൽ ഈ റാഗിങ് നമുക്ക് ആ ടൈമിൽ കുറച്ച് പേടി വരും. എന്ന് വെച്ചാൽ ചേട്ടന്മാരല്ലേ, നമുക്കറിയാം, നമ്മളങ്ങനെ മാറി നിന്ന് പഠിച്ചിട്ടൊന്നുമില്ല. നോർമലി നമ്മുടെ സ്ഥലം തന്നെ, കൊല്ലം നമ്മുടെ സ്ഥലം തന്നെ, അതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ പേടിയില്ല. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ നമുക്ക് ആരെങ്കിലൊക്കെ വിളിച്ച് വരാൻ പറ്റും. അതുകൊണ്ട് പിന്നെ അത്രയും വലിയ ഇഷ്യൂ ഞാൻ കാണിച്ചൊന്നുമില്ല അവിടെ. നോർമലി എല്ലാവരും കമ്പനിയായി. ഒന്നാമത്തെ കാര്യം എല്ലാവരും റാഗ് ചെയ്ത് എല്ലാവരും പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഐ ബ്രോ ഇതൊക്കെ ഉണ്ട്, ഭയങ്കര വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഭയങ്കര കമ്പനിയൊക്കെ. ഇപ്പോഴും കോളേജ് വരുമ്പം കുറേ പേര് എന്നെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഞാൻ അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യാറുണ്ട്, നല്ല സംസാരിക്കും. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു റാഗിങ് ചെയ്തുള്ള ഒരു കമ്പനിയാണ്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല കമ്പനിയാക്കി വെച്ചേക്കുന്നത്. എന്തൊരു കാര്യം വന്നാലും നമ്മൾ സഹായിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ നമ്മൾ ചോദിക്കും, പറയും, അങ്ങനെയുള്ള ഒരു കമ്പനി. പക്ഷേ പിന്നെ വന്ന് ഈ KTU ബാച്ച് അങ്ങ് തീരാറായി. ഞങ്ങൾ സെക്കൻഡ് ഇയർ ആയപ്പം ഫോർത്ത് ഇയർ പോയി, അങ്ങനെ തേർഡ് ഇയർ. പിന്നെ ഞങ്ങൾ ഫൈനൽ ഇയർ എത്തിയപ്പം ഫുള്ളി ഞങ്ങളുടെ പുറകിൽ ഫുള്ള് വരുന്ന ഓട്ടോണമസ് ബാച്ച് ആയിരിക്കും. ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ഇയർ കയറാൻ പോകുന്നത് നിങ്ങൾ ഫുള്ള് ഓട്ടോണമസ് ബാച്ച് ആയിരിക്കും. അതുകൊണ്ട് ഓട്ടോണമസ് ബാച്ചിൽ നോർമലി നമുക്ക് എന്തെങ്കിലും ഒരു റാഗിങ് അഥവാ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് റാഗിങ് കിട്ടിയാൽ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ കോളേജിൽ ഫുഡും കോളേജിൽ ഫുള്ളും ബോർഡ് വെച്ചിട്ടുണ്ട്, റാഗിങ് പ്രൊഹിബിറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഫൈൻ അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആ ബോർഡ് ഞാൻ പണ്ടാമത് വീട്ടിൽ എടുത്തായിരുന്നു, പിന്നെ ഒരു വീഡിയോ കാണിച്ചു തരാം. അങ്ങനെയൊക്കെ വെച്ചപ്പോൾ നിങ്ങൾ വരുമ്പോൾ കാണാൻ പറ്റും. ഓരോ സ്ഥലത്തും വെച്ചപ്പോണ്ട്. എനിക്കിപ്പം പറയാനുള്ള കാര്യം, നിങ്ങൾ റാഗിങ്ങിനെ പറ്റിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. TKM കോളേജിൽ ഇപ്പം അങ്ങനെ റാഗിങ് ഇല്ല. നോർമലി എനിക്ക് തോന്നുന്നു റാഗിങ് ഒന്നുമില്ല. ഇപ്പം ജസ്റ്റ് ഒന്ന് നമ്മൾ വിളിച്ചിട്ട് എടാ എന്താടാ പേരെന്താ, സ്ഥലം എവിടാ, ആണോ, ഡിപ്പാർട്ട്മെന്റ് ഏതാ, ഓക്കെ, എവിടെ വരുന്നത്, ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്, ഇത്ര കാര്യങ്ങളെ നമ്മൾ ചോദിക്കാറുള്ളൂ. അത് ആരോടായാലും നമ്മൾ അത്ര കാര്യങ്ങൾ ചോദിക്കാറുള്ളൂ. എന്നിട്ട് വലിയ മോഡൊന്നും നമ്മൾ കാണിക്കാൻ പോകത്തില്ല. പിന്നെ അഥവാ എന്തെങ്കിലും ഒരു ഭയങ്കര ഇച്ചിരി ബിൽഡപ്പ് ഇട്ടൊക്കെ ഇങ്ങനെയൊക്കെ നിൽക്കുവാണെങ്കിൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും ചോദിക്കാറുള്ളൂ. അല്ലാതെ നമ്മൾ അങ്ങനെ റാഗിങ് ഒന്നും അങ്ങനെ കോളേജിൽ ഇല്ല. നോർമലി റാഗിങ് ചെയ്താലും പണിഷ്മെന്റ് ഉറപ്പാണ്. ഒരാൾ ഇപ്പോൾ എന്നെ റാഗ് ചെയ്താൽ, ഇപ്പം ഞാൻ നിന്നെ റാഗ് ചെയ്താൽ നിനക്ക് പോയി കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റും. കംപ്ലൈൻറ്റ് കൊടുത്താൽ ഞാൻ സസ്പെൻഡഡാണ്. എന്ന് വെച്ചാൽ 3 ദിവസമോ 1 ആഴ്ചയോ 1 മാസമോ എത്രയോ എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ, സസ്പെൻഡ് ആവും. അതുപോലെ തന്നെ കുറേ ഇഷ്യൂസൊക്കെ വരാറുണ്ട്. പിന്നെ ഫസ്റ്റ് ഇയർ കയറാൻ പോകുന്നവരോട് പറയുക, ഫസ്റ്റ് ഇയർ എന്നുള്ള രീതി മാത്രം നിന്ന് പഠിക്കുക. സീനിയറിൻ്റെ അടുത്ത് പോയി മോഡ കാണിക്കാനോ അങ്ങോട്ട് ചെന്ന് ഒരു കാര്യത്തിനും പോകരുത്. ജസ്റ്റ് നിങ്ങൾ കോളേജിൽ വരിക, പഠിക്കുക, ഹാപ്പി ആവുക, നിങ്ങളുടെ കാര്യം നോക്കുക എന്ന് പറഞ്ഞ് പോവാം. അല്ലാതെ വേറൊരു പ്രശ്നത്തിനും എല്ലാവരും ചേട്ടന്മാരാണ് അല്ലെങ്കിൽ ചേച്ചിമാരാണ്, ഓക്കെ, അല്ലെങ്കിൽ ഫ്രണ്ട്സാണ് എന്നൊരു കസിൻസാണ്, ബ്രദറാണ് എന്ന രീതി മാത്രം മുന്നോട്ട് പോവാം. അല്ലാതെ ചുമ്മാ മോഡ കാണിച്ച് അച്ചിട്ട് വിട്ടൊന്നും നിൽക്കല്ലേ. ഫ്രണ്ട്സായിട്ടൊക്കെ നിൽക്കുക, എല്ലാവരും ഒരുമിച്ച് ഇരിക്കണം. ഒരുമിച്ച് നല്ല നമ്മൾ ലൈഫ് കളറാൻ പറ്റും. അല്ലാതെ ഒരു സീൻ ഉണ്ടാക്കി വെച്ച് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും എല്ലാം സീനായാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവും. നമുക്ക് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടാവും. ചിലവരൊക്കെ പേടിച്ച് വീട്ടിയിരിക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ കോളേജിലല്ല, ബാക്കി വേറെ പുറത്തുള്ള കോളേജിൽ ഇപ്പം ബാംഗ്ലൂരൊക്കെ പോവുകയാണെങ്കിൽ അവന്മാർ മൊട്ട അടിപ്പിക്കും, ഫസ്റ്റ് ഇയറിനെ മൊട്ട അടിപ്പിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യും അവന്മാർ, മൊട്ട അടിപ്പിക്കുകയും ചെയ്യും, ഉടുപ്പൂരി നിർത്തും, നിക്കർ ഊരി നിർത്തും. നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ബാംഗ്ലൂരും പല സ്ഥലത്തൊക്കെ പോയതാണ്. അതിലും ഭേദം കേരളത്തിൽ ഇങ്ങനെയുള്ള കോളേജിലൊക്കെ പഠിച്ചാൽ റാഗിങ് ഉണ്ടാവത്തില്ല. പിന്നെ നിങ്ങൾക്ക് പഠിക്കുന്ന കോഴ്സ് നിങ്ങൾ മസ്റ്റായിട്ട് സെലക്ട് ചെയ്തെടുക്കുക. ബിടെക്, നേഴ്സിംഗ് കോളേജ് നേഴ്സിംഗ് ആണെങ്കിൽ നേഴ്സിംഗ്, അങ്ങനെ കുറേ കോഴ്സ് ഉണ്ടല്ലോ. ഇഷ്ടമുള്ള കോഴ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കി പഠിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ TKM കോളേജിൽ റാഗിങ് ഇല്ല എന്ന് പറയാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് പേര് ചോദിക്കുക, നാളെ ചോദിക്കുക, ആ ഒരു ഇത്രയൊക്കെ ഉള്ളൂ. ഇല്ല റാഗിങ് ചെയ്ത് ഇങ്ങനെ ഭയങ്കര ആരും പേടിച്ച് അങ്ങനെയൊന്നും ഇരിക്കണ്ട. സോ ഞാൻ പറഞ്ഞല്ലോ, ആരോട് ചോദിച്ചാലും റാഗിങ് ഇല്ലെന്നേ പറയത്തുള്ളൂ. ഞങ്ങൾ വന്ന ടൈമിൽ കുറച്ച് റാഗിങ് ഒക്കെ ഉണ്ടായിരുന്നു. അത് KTU സിലബസ് ആയി. ഇപ്പോൾ ഓട്ടോമൻസ് ആയതുകൊണ്ട് കോളേജാണ് ഫുള്ളും കാര്യങ്ങളൊക്കെ നോക്കി എടുക്കുന്നത്. അതുകൊണ്ട് കോളേജിന് കംപ്ലൈൻറ്റ് കൊടുത്താൽ കോളേജ് എന്ത് ചെയ്യും, നമ്മളെ സസ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് ആരും ആ ഒരു പണിക്ക് പോകത്തില്ല. എല്ലാവരും അവരുടെ കാര്യം നോക്കി അങ്ങ് പോകത്തേ ഉള്ളൂ. അത്ര കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമുക്ക് എന്തെങ്കിലും ഒരു വിശേഷങ്ങളായിട്ടൊക്കെ വരാം. പിന്നെ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അത് നമുക്കൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.